What's up guys, Steven here from Yumi and Tech. Welcome to our latest video. So അങ്ങനെ ഷവോമിയുടെ 11T പ്രോയും ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഫോൺ വാങ്ങാനുള്ള ടോപ്പ് 5 റീസൺസിനെ പറ്റിയിട്ടാണ്. സോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ആണ് 11T Pro വാങ്ങണമോ അതോ OnePlusന്റെ ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള 9RT വാങ്ങണോ എന്നുള്ളത്. സോ അതിനുള്ള ഒരു ആൻസറും ഈ വീഡിയോയുടെ അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാനുള്ള ചാൻസ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ടച്ചപ്പ് ചെയ്ത് പോകാനുള്ള കാരണം. സോ അതിനൊരു എളുപ്പവഴിയായിട്ട് ഞാൻ ചാപ്റ്റേഴ്സ് ആയിട്ട് ഈ വീഡിയോ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഏത് സെക്ഷനാണ് കാണേണ്ടത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണാവുന്നതുമാണ്. ഓക്കെ, സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അക്കോർഡിംഗ് ടു മീ ഈ ഫോൺ വാങ്ങാനുള്ള നമ്പർ 1 റീസൺ എന്ന് പറയുന്നത് ഇതിന്റെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇവിടെ നമുക്ക് ലഭിക്കാൻ പോകുന്നത് 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ ആണിത്. സോ ഈ ഡിസ്പ്ലേയുടെ മറ്റൊരു ഇമ്പോർട്ടന്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു 10-bit ഡിസ്പ്ലേ ആണ്. HDR10+ന്റെ സപ്പോർട്ട് ഉണ്ട്, വൈൽഡ് വൈൻ L1 സപ്പോർട്ടർ ആണ്. അതേപോലെ തന്നെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ 1000 nits ആണ് ഇതിന്റെ പീക്ക് ബ്രൈറ്റ്നസ്. അതേപോലെ തന്നെ ഡിസ്പ്ലേ മേറ്റിന്റെ A+ റേറ്റിംഗോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് 11T Proയിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത്. നമ്മുടെ സാധാരണ സൗണ്ടിന്റെ കാര്യത്തിലൊക്കെ കേൾക്കാറുണ്ട് ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, ഡോൾബി അറ്റ്മോസ് സർട്ടിഫിക്കേഷൻ ഉണ്ട് എന്നൊക്കെ. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഡോൾബി വിഷൻ സപ്പോർട്ടും ലഭിക്കുന്നുണ്ട്. സോ നെറ്റ്ഫ്ലിക്സിലോ ബാക്കി ഏതെങ്കിലും സ്ട്രീമിംഗ് സർവീസിലൊക്കെ ഡോൾബി വിഷൻ എനേബിൾഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം പ്ലേ ചെയ്യുമ്പോൾ ഗംഭീര ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ ഡിസ്പ്ലേ ഓഫർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഫോണിൽ നമുക്ക് MEMC ഇനേബിൾഡ് ആയിട്ടും കാണാൻ സാധിക്കും. ഈവൻ ഒരു 420p വീഡിയോ ആണ് നമ്മൾ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതിൽ കുറച്ചും കൂടി ഫ്രെയിംസ് ഒക്കെ ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി ഒരു ബെറ്റർ ക്വാളിറ്റിയിൽ വീഡിയോ പ്ലേ ബാക്ക് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫീച്ചർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സൗണ്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സിമെട്രിക്കൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് ലഭിക്കുക. പല ഫോണുകളും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഇനേബിൾഡ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ലോവർ സ്പീക്കറിന് കുറച്ചുകൂടി പവർഫുൾ ആയിരിക്കും കമ്പയർഡ് ടു അപ്പർ സൈഡിലുള്ള സ്പീക്കേഴ്സ്. സോ ഇവിടെ ഓൾമോസ്റ്റ് സിമെട്രിക് ആയിട്ടുള്ള ഒരു സൗണ്ട് എക്സ്പീരിയൻസ് മേലിൽ നിന്നും താഴെ നിന്നും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സോ ഇതിൽ നിന്നും വരുന്ന ഓഡിയോ ആക്ച്വലി ഫേമസ് ബ്രാൻഡ് ആയിട്ടുള്ള ഹെർമൻ കാർഡൻ ട്യൂൺഡ് ആയിട്ടുള്ള ഒരു ഓഡിയോ ആണ്. സോ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള നല്ല ലൗഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഓഡിയോ എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ പുറമെ ഹൈറസ് സർട്ടിഫിക്കേഷനും ഉണ്ട്, ഡോൾബി അറ്റ്മോസിന്റെ സർട്ടിഫിക്കേഷനും ഉണ്ട്. സോ ഡോൾബി വിഷൻ ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഡോൾബി അറ്റ്മോസ് ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ഓഡിയോന്റെ കൂടെ എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു കിടിലൻ ഒരു 1.5 എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈവൻ ഗെയിമിങ്ങിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും 120 ഹെർട്സിന്റെ ഒരു ഡിസ്പ്ലേ, 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, AMOLED ഡിസ്പ്ലേ ആണ്, ഡോൾബി അറ്റ്മോസ് ഉണ്ട്, ഇതൊക്കെ 10-bit ഡിസ്പ്ലേ ആണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ഗംഭീര എക്സ്പീരിയൻസ്, മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് 11T Pro ഓഫർ ചെയ്യുന്നതാണ്. സോ ഇവിടെ നമുക്കൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ ലഭിക്കുന്നത്. 108 മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസർ, സാംസങ്ങിന്റെ HM2 സെൻസർ ആണ് ഇവിടെ ലഭിക്കുന്നത്. അതിന്റെ കൂടെ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 2 മെഗാ പിക്സലിന്റെ 5 മെഗാ പിക്സലിന്റെ, സാധാരണ എല്ലാ ഫോണും 2 ആണല്ലോ. സോ 5 മെഗാ പിക്സലിന്റെ ഒരു ടെലി മാക്രോ ക്യാമറയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഈവൻ ഈ HM2 എന്ന് പറയുന്ന സാംസങ്ങിന്റെ സെൻസർ പല സ്മാർട്ട് ഫോണിലും, ഈവൻ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ 11T Proയുടെ ക്യാമറനെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യാൻ പോകുന്നത് ഡെഫിനറ്റ്ലി ഇതിന്റെ പ്രോസസിംഗ് സൈഡാണ്. സോ ഇമേജ് പ്രോസസിംഗിനെയും അതേപോലെ തന്നെ വീഡിയോ പ്രോസസിംഗിനെയും ഒരു നോച്ച് ഹയർ ലെവലിലേക്ക് ഉയർത്തുന്നത് Qualcomm Spectra 580 ISP ആണ്. ഇതുകൊണ്ട് തന്നെ ഇതേ സെൻസർ യൂസ് ചെയ്തിട്ടുള്ള ബാക്കി മിഡ് റേഞ്ച് സ്മാർട്ട് ഫോണുകളിൽ കാണുന്നതിനേക്കാൾ ഒരു ബെറ്റർ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 8K 30 FPS മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കേപ്പബിലിറ്റി നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, OIS ഇല്ല. അത് ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ട് എടുത്തു പറയാൻ വേണം. ബട്ട് സ്റ്റിൽ ഇതുവരെയുള്ള സാമ്പിൾസും റിവ്യൂസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ EIS വെച്ച് തന്നെ അത്യാവശ്യം സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോ പെർഫോമൻസ് ഒക്കെ കൊണ്ടുവരാനായിട്ട് 11T Proയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട്. 5 മെഗാ പിക്സലിന്റെ ടെലി മാക്രോ ആണ്. ഈ ഒരു മാക്രോ ക്യാമറയിലും ആക്ച്വലി നമുക്ക് ഓട്ടോ ഫോക്കസ് ലഭിക്കുന്നുണ്ട്. വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള കിടിലൻ മാക്രോ ഷോട്ട്സ് നമുക്ക് ഈ ഫോണിൽ ഉപയോഗിച്ചിട്ട് എടുക്കാൻ സാധിക്കും. ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ച് ഹോൾ സെൽഫി ക്യാമറയാണ് ലഭിക്കുന്നത്. 60 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. അപ്പോൾ നിങ്ങളൊരു വ്ളോഗർ ആണ്, നിങ്ങൾക്ക് വീഡിയോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വേണം, ഡിഫറെന്റ് മോഡ്സ് എല്ലാം വേണം, അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള സ്മാർട്ട് ഫോൺ വേണം, അതിന്റെ കൂടെ കിടിലൻ ഫോട്ടോസും എടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും യു ക്യാൻ കൺസിഡർ 11T Pro.
വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ഡിസൈൻ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇതുവരെ നമുക്കറിയാലോ 11 സീരീസിലെ പല സ്മാർട്ട് ഫോൺസും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു സിമിലർ ഒരു ഡിസൈൻ, ഒരു ഫോം ഫാക്ടർ തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പേഴ്സണലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷവോമിയുടെ തന്നെ Mi 11X ആണ്. സോ ഇതിന്റെ ഒരു സിമിലർ ഡിസൈൻ പാറ്റേൺ ഒക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും 11T പ്രോയിലും കാണാൻ സാധിക്കുന്നത്. ബട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം, മൊത്തത്തിലുള്ള ഈ ഫോണിന്റെ ബിൽഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു ക്വാളിറ്റിയിൽ ഇംപ്രൂവ്മെന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ ആദ്യത്തെ ഒരു കാര്യം, ഇതിന്റെ ഫ്രണ്ടിൽ സ്ക്രീൻ ആണ്. ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് ലഭിക്കുന്നത്. ബട്ട് ഈ ഡിസ്പ്ലേനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടഫസ്റ്റ് ആയിട്ടുള്ള കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, വൺ ഓഫ് ദി ടഫസ്റ്റ് ആണ്. USB Type-C പോർട്ട് ഉണ്ടല്ലോ, അത് നോർമലി മെറ്റൽ ആണല്ലോ. സോ അത് ഈ ഫോണിൽ ബിൽഡ് ചെയ്തിട്ടുള്ളത് ഒരു കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എന്നാണ്. ടൈം പോണനുസരിച്ച്, നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഒക്കെ ഉള്ളിൽ പോണനുസരിച്ച്, അല്ലെങ്കിൽ നമ്മളെ ക്ലൈമറ്റ് മാറുന്നതനുസരിച്ചൊന്നും അതിലങ്ങനെ പെട്ടെന്ന് ഡിഗ്രഡേഷനോ തുരുമ്പോ കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇവൻ AMOLED ഡിസ്പ്ലേ ആണെങ്കിൽ പോലും, ഇവൻ ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിൽ പോലും, ഇവിടെ നമുക്ക് ലഭിക്കുന്നത് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്. ഐ പേഴ്സണലി പ്രിഫർ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ. വൈ ഷവോമി, വൈ കൊടുത്തൂടാ? സോ ഇവിടെ ഒന്ന് മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ ഗംഭീര ഡിസൈൻ ഒന്നും അല്ലെങ്കിൽ പോലും മൊത്തത്തിൽ വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും 11T Pro എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കേപ്പബിലിറ്റി ആണ് ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. 17 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫോൺ ഫുൾ ചാർജ് ആകുമെന്നാണ് ഷവോമി ക്ലെയിം ചെയ്തിട്ടുള്ളത്. 11T Proയിൽ നമുക്ക് ലഭിക്കുന്നത് 5000 mAhന്റെ ബാറ്ററിയും കൂടിയാണ്. പിന്നെ 11 വീഡിയോയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിൻ്റെ ഇടയിൽ 11 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോയി കാണുക. ഐ വിൽ ലിങ്ക് ഇറ്റ് ഹിയർ. സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റുമായിട്ടാണ് ഈ ഫോണും വരുന്നത്. 3 വേരിയൻസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 8GB, 128GB, 8GB, 256GB, അതേപോലെ തന്നെ 12GB RAM ആൻഡ് 256GB സ്റ്റോറേജ്. സോ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും നോക്കാനില്ല. ഡേ ടു ഡേ ലൈഫ് എല്ലാം പറക്കും. പിന്നെ എല്ലാ ഗെയിമും എല്ലാ ആപ്സും നമുക്ക് എന്താ പറയുക, ഫുൾ സെറ്റിംഗിൽ മാക്സിമം ഗ്രാഫിക്സിലെല്ലാം തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. സ്നാപ്ഡ്രാഗന്റെ റീസെന്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക ഫ്ലാഗ്ഷിപ്പ് ചിപ്പ് സെറ്റുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ഈ ഓവർ ഹീറ്റിംഗ് എന്നുള്ളത്. സോ അതിനായിട്ടുള്ള കൂളിംഗ് ചേമ്പേഴ്സ് എല്ലാം ഈ ഫോണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഷവോമി ക്ലെയിം ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇനീഷ്യൽ ഇംപ്രഷൻസ് എല്ലാം വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം സ്റ്റേബിൾ ആണ് ഫോൺ. ഇതിനെ പറ്റിയിട്ട് ചെറിയ കൺസേൺ ഉള്ളവർക്ക് മേ ബി 1-2 ആഴ്ച വെയിറ്റ് ചെയ്യാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസ് വരും. സോ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങണോ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ടോട്ടൽ 13 5G ബാൻഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. Wi-Fi 6 enabled ആണ്. Bluetooth 5.2 ഉണ്ട്. അതേപോലെ തന്നെ 4G അല്ല 5G കരിയർ അഗ്രിഗേഷൻ വരെ ഈ ഫോണിൽ ഉണ്ട് എന്നാണ് ഷവോമി ക്ലെയിം ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ NFC-യും ഇൻക്ലൂഡഡ് ആണ്. സോ ഇതൊക്കെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ ഫോൺ വാങ്ങാനുള്ള ടോപ്പ് 5 റീസൺസ് എന്ന് പറയുന്നത്. സോ 8GB 128GB വേരിയന്റ് ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് വെറും 40,000 റുപ്പീസിനാണ്. 8GB 256GB നമുക്ക് ലഭിക്കാൻ പോകുന്നത് 42,000 റുപ്പീസിനാണ്. അതേപോലെ തന്നെ 12GB 256GB ആയിട്ടുള്ള ഹൈ എൻഡ് വേരിയന്റ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് 44,000 റുപ്പീസിനാണ്. OnePlus 9RTയുടെ ബേസ് വേരിയന്റ് ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 43,000 റുപ്പീസ് ആണ്. ഓക്കെ, അതിനേക്കാളും ഒരു 1,000 റുപ്പീസ് കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 12GB 256GBയുടെ ഫുൾ ആൻഡ് ഹൈ എൻഡ് വേരിയന്റ് ലഭിക്കും. സോ അതാണ് നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പൊ സിറ്റി ബാങ്കിന്റെ ഒരു ഫ്ലാറ്റ് 5,000 റുപ്പീസ് ഓഫർ നടക്കുന്നുണ്ട് നിങ്ങൾ MI വെബ്സൈറ്റിൽ നിന്നാണ് ഈ ഫോൺ വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ ബേസ് വേരിയന്റ് ആയിട്ടുള്ള 40,000 ഇപ്പൊ നമുക്ക് 35,000 വാങ്ങാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മൾ ആമസോണിൽ വാങ്ങുകയാണെങ്കിൽ ഇപ്പോൾ SBIന്റെ 4,500 ഫ്ലാറ്റ് ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. ഇനി MI സ്റ്റോറിൽ നിന്നും ഓൺലൈനിൽ നമ്മൾ ഈ ഫോൺ വാങ്ങുകയാണെങ്കിൽ സിറ്റി ബാങ്കിന്റെ ഓഫർ പ്ലസ് അതിന്റെ മേലെ നമ്മൾ ഏതെങ്കിലും ഫോൺ MIയുടെ തന്നെ ഏതെങ്കിലും ഫോൺ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഫോൺ വാങ്ങാൻ നോക്കുന്നതെങ്കിൽ അതിന്റെ എക്സ്ചേഞ്ച് വാല്യൂ പ്ലസ് ഒരു 5,000 കൂടിയും ഓഫർ ലഭിക്കുന്നതാണ്. സോ അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ഈസിലി ഒരു 10,000 to 5,000 ഇതിന്റെ ഇടയിലുള്ള ഒരു ഡിസ്കൗണ്ട് ഈ ഫോണിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ആമസോണിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഒരു അഡീഷണൽ 5,000 ആയിട്ട് വരില്ല. ഒന്നില്ലെങ്കിൽ SBIയുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു 5,000 ഓഫർ ക്ലെയിം ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോൺ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിലൊരു എക്സ്ട്രാ 5,000 ഓഫർ ക്ലെയിം ചെയ്യാം. സോ എങ്ങനെ നോക്കി കഴിഞ്ഞാലും ഓഫർ ഉണ്ടെങ്കിലും ഓഫർ ഇല്ലെങ്കിലും നമുക്ക് OnePlus 9RTയുടെ ബേസ് വേരിയന്റിനേക്കാളും
കുറഞ്ഞൊരു പ്രൈസിൽ നമുക്ക് ഈ ഫോൺ ഷവമി 11T Pro വാങ്ങാൻ സാധിക്കും. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബാറ്ററി വെച്ച് നമുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ 120 വാട്ടിന്റെ ഹൈപ്പർ ചാർജിങ് ആണ് നമുക്ക് 11T Proയിൽ ലഭിക്കുന്നത്. ബട്ട് 9RTയിൽ വന്നു കഴിഞ്ഞാൽ 65 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് ലഭിക്കുന്നത്. അതേപോലെ തന്നെ ബാറ്ററി കപ്പാസിറ്റിയും ഇവിടെ 5000 ആണ് ലഭിക്കുന്നത്. OnePlusൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 4500 ആണ് ലഭിക്കുന്നത്. കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ലഭിക്കുന്നത്. ഇവിടെ OnePlusൽ ഗൊറില്ല ഗ്ലാസ് 5 ആണ് നമുക്ക് ലഭിക്കുന്നത്. കുറച്ചുകൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഷവമിയിൽ നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ചെയ്യുകയാണെങ്കിൽ HDR ഇനേബിൾഡ് ആയിട്ടുള്ള ഹയർ ബെറ്റർ ഡൈനാമിക് റേഞ്ച് എല്ലാം ഓഫർ ചെയ്യുന്ന വീഡിയോസ് നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. 2 വർഷത്തെ മെയിൻ സോഫ്റ്റ്വെയർ വേരിയന്റ് അപ്ഡേറ്റ് ആണ് OnePlus ഓഫർ ചെയ്യുന്നത്. അതിന് മുന്നേ 9RTയുടെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇവിടെ ലിങ്ക് ചെയ്യാം, യു ക്യാൻ വാച്ച് ഇറ്റ്. ഓക്കെ, സോ 2 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 3 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുമാണ് OnePlus ഓഫർ ചെയ്തിരുന്നത്. സോ ഇവിടെ ഷവമിയിലേക്ക് വരികയാണെങ്കിൽ 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നു. അതിന്റെ കൂടെ 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും ലഭിക്കുന്നതാണ്. 9RT ഒരു മോശം ഫോൺ ആണ് എന്നല്ല ഞാനിവിടെ ക്ലെയിം ചെയ്യുന്നത്. സോ ഐ പേഴ്സണലി ഫീൽ വിത്ത് ദ പ്രൈസിങ് ഷവമി ഹാസ് കിൽഡ് ഇറ്റ് ഹിയർ. ഓക്കെ, സോ ഇതൊക്കെയാണ് OnePlus 11T Proനെ പറ്റിയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആൻഡ് അഭിപ്രായങ്ങൾ. സോ ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ എന്തെങ്കിലും കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക. ആൻഡ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മലയാളം ടെക് കണ്ടന്റ്സിന് വേണ്ടിയിട്ട് യു ക്യാൻ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ടേൺ ഓൺ ദ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ. ഐ വിൽ ബി ബാക്ക് വിത്ത് അനദർ ഗ്രേറ്റ് വീഡിയോ വെരി സൂൺ. ടിൽ ദെൻ, bye.